16 ഇന്ന സാഅതാതിയത്തുൻ, ലോകാവസാനം തീർച്ചയായും ഇവിടെ നടക്കുക തന്നെ ചെയ്യും. അകാദു ഫീഹാ, അതിനെ മറച്ചുവെക്കാൻ നാം ഇഷ്ടപ്പെടുന്നു. എന്തിനാണ് ലോകാവസാനം? ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഇതിനെയാണ് മറുപടി. ഈ മനോഹരമായ ഭൂമിയെ അല്ലാഹു എന്തിനാണ് നശിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മറുപടി ഇതാ, ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഓരോ നഫ്സും പ്രവർത്തിച്ചതിന് കൂലി കൊടുക്കാൻ. അതിനാണ് ഖിയാമത്ത് നാൾ. കൂലി കൊടുക്കാനാണ് ഖിയാമത്ത് നാൾ. ആ കൂലി ഈ ഭൂമി ഞാൻ പറഞ്ഞ പരീക്ഷാ ഹോളാണ്. ഇവിടെ റിസൾട്ട് ഇല്ല. ഇവിടെ വെച്ചല്ല കൂലിയുടെ പരിപൂർണത. ആ കൂലി കൊടുക്കാൻ വേറെ ഒരു ലോകമുണ്ടാവണം. ആ ലോകമുണ്ടാവാനാണ് ഖിയാമത്ത് നാൾ. എന്നാ ഇവിടെ വെച്ച് കൊടുത്തൂടെ? ആ രൂപത്തിലല്ല ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. ഞാൻ ഉദാഹരണം പറയാം. കഴിഞ്ഞ മാസം നമ്മൾ വായിച്ച ഒരു വധശിക്ഷയെക്കുറിച്ച്. ഇന്നൊരു വധശിക്ഷയുണ്ട്, നമ്മൾ വായിച്ച് തല താഴ്ത്തിയിട്ടുണ്ട്. അതൊരു വിഷയം. സ്വന്തം മരുമകളെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു കാരണവരെ കണ്ടു. അല്ലാഹു അലം, അയാൾ പ്രതിയാണോ അയാൾ വാദിയാണോ നമുക്കറിയില്ല. ഞാൻ ഒരക്ഷരം പറയുന്നില്ല. കഴിഞ്ഞ മാസം ഒരു വധശിക്ഷ നിങ്ങൾ വായിച്ചു. ആരുടെ വധശിക്ഷയാ? മുനീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വധശിക്ഷ വായിച്ചു. അധികമാരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട്? നമ്മുടെ പത്രങ്ങളിൽ അത് അത്ര വലിയ വാർത്തയായിരുന്നില്ല. എന്തുകൊണ്ടാ വാർത്തയാവാതിരുന്നത്? അവന്റെ പേര് മുനീന്ദർ സിംഗ് എന്നായതുകൊണ്ടാണ്. ആ പേര് ഒരു അബൂബക്കറിനോ ഒരു മുഹമ്മദ് എന്നോ ആയിരുന്നെങ്കിൽ നമ്മുടെ പത്രങ്ങൾക്ക് അതൊരാഘോഷമായിരുന്നു. കളിത്തോക്കുമായിട്ട് ആരെങ്കിലും വന്നാൽ പോലും അവൻ കൊടും ഭീകരനാണ് പല പത്രങ്ങൾക്കും. എന്നാൽ ഈ മുനീന്ദർ സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത തെറ്റെന്താണെന്നറിയോ? 40ഓളം പൈതങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ടോ അവൻ മൃഗീയമായി 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ബലാത്സംഗം നടത്തി. 1 അല്ല 2 അല്ല 40 കുട്ടികളെ. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? തന്റെ ആവശ്യം പരിപൂർണമായി തീർന്നാൽ ആ പൈതങ്ങളെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് അവരുടെ നെഞ്ച് പിളർന്ന് അവരുടെ കരള് പറിച്ചെടുത്ത് വറവ് ചട്ടിയിലിട്ട് പൊരിച്ചു തിന്ന മനുഷ്യനാണ് മുനീന്ദർ സിംഗ്. ആ മുനീന്ദർ സിംഗ് കൊന്നത് 40 ആളുകളെയാണ്. എന്നാൽ ഇന്ത്യയിലെ ഒരു കോടതി അയാൾക്ക് ശിക്ഷ വിധിച്ചത് അയാളെ കൊല്ലണം എന്നാണ്. മരിക്കുന്നത് വരെ തൂക്കിലേറ്റണമെന്നാണ്. എല്ലാ കോടതിയും കൂടെ ഒരുമിച്ച് കൂടിയാലും മുനീന്ദർ സിംഗിനെ എത്ര തവണ കൊല്ലാൻ പറ്റും? ഒരു തവണ മാത്രം. ഏറ്റവും ചുരുങ്ങിയത് ഈക്വൽ ആവണമെങ്കിൽ, തുല്യമാവണമെങ്കിൽ അയാളെ 40 തവണ കൊല്ലണം. കാരണം അയാൾ കൊന്നത് 40 ആളുകളെ. എന്നാൽ 40 തവണ പോയിട്ട് 4 തവണ കൊല്ലാൻ പോലും ഭൂമിയിലെ ഒരു കോടതിക്കും സാധിക്കില്ല. എന്നാൽ അവനെ 40 400 തവണ കൊല്ലാൻ പറ്റുന്ന, 4000 തവണ കൊല ചെയ്യാൻ പറ്റുന്ന ഒരു കോടതി ഉണ്ടാവണം. ആ കോടതിയാണ് ഖിയാമത്ത് നാളിലൂടെ ഉണ്ടായിത്തീരുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നല്ലദീന കഫറൂ ലഹും നാറു ജഹന്നമ ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സീ കുല്ല കഫൂർ. അല്ലദീന കഫറു, നിഷേധികളായ ആളുകൾ ഇങ്ങോട്ട് വരട്ടെ. ലഹും നാറു ജഹന്നമ, അവർക്കുള്ളതാണ് കത്തിയാളുന്ന നരകം. ആ നരകത്തിൽ അവരെത്തിയാലോ ലാ യുഖ്ലാ അലൈഹിം, അവരുടെ മേൽ പിന്നെ മരണം വിധിക്കപ്പെടുകയില്ല. നരകത്തിലെത്തിയാൽ പിന്നെ മരിക്കാൻ സാധിക്കില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, അവരുടെ ശിക്ഷയിൽ നിന്ന് അശേഷം കുറച്ചു കൊടുക്കുന്നതും അല്ല. നരകത്തിലെത്തിയാൽ പിന്നെ മരിക്കാൻ കഴിയില്ല. അവിടെ കിടന്ന് ചാവുന്നത് പോലെ അനുഭവിച്ച് തീർക്കുക തന്നെ. ഒരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാ. നാളെ ഇൻഷാ അല്ലാഹ് നരകത്തിന്റെ കഥ പറയുമ്പോൾ വിശദീകരിക്കാം. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവരുടെ ശരീരത്തിൽ നിന്ന് തോലുകൾ ഉരുകി ഒലിച്ചു പോകുമ്പോ നമ്മൾ അവർക്ക് അതിന് പകരം വേറെ തോല് കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ.
വേറൊരു സ്ഥലത്ത് പറഞ്ഞത് ഫദക്കിർ ഇൻ നഫഅത്തിൽ ദിക്റ സയദക്കറു മൻ യഖ്ശാ വയതജന്നബുഹൽ അശ്ഖാ അല്ലദീ യസ്ലൻ നാറൽ കുബ്റാ ثم لا يموت فيها ولا يحيا. നരകത്തിൽ അവരെത്തിയാൽ ثم لا يموت, പിന്നെ അവന് മരണമില്ല. ഒരു മനുഷ്യന് മരണമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടാവണം? ജീവിതമുണ്ടാവണം. വലാ യഹ്യാ, അവന് ജീവിതവുമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ആനന്ദകരമായ ജീവിതം അവരില്ല. എന്നാ മരണമുണ്ടോ? അതുമില്ല. ഇത് രണ്ടിന്റെയും ഇടയിൽ കിടന്ന് അനുഭവിച്ചോളണമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ എന്തിനാ ഖിയാമത്ത് നാൾ? ആ ഖിയാമത്ത് നാൾ മനുഷ്യന് ശിക്ഷയും രക്ഷയും കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ലോകമാണ് ഖിയാമത്ത് നാൾ. അതെയോ? എന്നാ പിന്നെ അടുത്ത സംശയം, എപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്നാണ്.